ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയ്ക്ക് കയറിക്കൊളുത്താനുള്ള ഒരു അഭിപ്രായം സിനിമയ്ക്ക് ലഭിച്ച് സിനിമ മുന്നേറുകയാണല്ലോ. ഇന്ന് സിനിമയുടെ 2ാം ദിവസമാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ സിനിമ ആദ്യ ദിവസം FD കളക്ഷൻ എത്ര രൂപയാണ് നേടിയതെന്ന് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഞാൻ വരെ കരുതിയത് സിനിമ FD കളക്ഷനായിട്ട് ഒരു 50 കോടി രൂപയെങ്കിലും മിനിമം കളക്ഷൻ കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷെ 50 കോടി കിട്ടിയിട്ടില്ല. 43 കോടി രൂപയാണ് സിനിമയുടെ FD കളക്ഷൻ എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ പ്രതീക്ഷിച്ച ലെവൽ FD കിട്ടിയില്ലെങ്കിലും അതൊരു പവർ FD കളക്ഷനാണ് ഈ 43 കോടി രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ദൃശ്യം 3 സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡ് 43 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് 2ാം ദിവസം 100 കോടിയാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും 100 കോടിയാകാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ ഒരു 80 കോടി രൂപയെങ്കിലും സിനിമ 2 ദിവസങ്ങൾ കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 3ാമത്തെ ദിവസം കൊണ്ട് ഉറപ്പായും 100 കോടി അടിക്കുമെന്ന് ഉറപ്പിക്കാം. 3ാമത്തെ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച കൊണ്ട് വേൾഡ് വൈഡ് 100 കോടിയുടെ മേലേക്ക് എന്തായാലും പോകുന്നതായിരിക്കും. പിന്നെ ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. കാരണം കളക്ഷൻ വിവരങ്ങളൊക്കെ കളക്ഷൻ അല്ല, റെസ്പോൺസ് ഇങ്ങനെ മാറുന്നുണ്ട്. ഒരു മിക്സ്ഡിലേക്കൊക്കെ വരുന്ന രീതിയിലാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കാനുള്ള സാധ്യത നമുക്ക് വരുന്നുള്ള ദിവസങ്ങളിൽ മാത്രമേ പറയുന്നുള്ളൂ. ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കില്ല എന്നും പറയുന്നില്ല, ഞാൻ അടിക്കുമെന്നും പറയുന്നില്ല. അത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും സിനിമ 100 കോടിക്ക് മുകളിൽ ഞായറാഴ്ച കൊണ്ട് എന്തായാലും കളക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു 100-200 കോടി രൂപയെങ്കിലും ലാസ്റ്റ് ഫൈനൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ ഇനി അതും കഴിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എന്തായാലും ബൈ. അതുപോലെ തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷോർട്ട് വീഡിയോ മാത്രം ചെയ്യുന്ന ഒരു ചാനലിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ആ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിച്ചു കൊള്ളുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ശരി എന്നാ.